ഹലോ ഹായ്, ഇതെൻ്റെ വീട്ടിൽ കായ്ച്ച റെഡ് ലെമൺ ആണ്. ഇത് പഴുക്കുമ്പോൾ ഇതിൻ്റെ പുറവും നല്ല റെഡ് ഇട്ട് വരും. ഇതിപ്പോൾ പഴുത്ത് വരുന്നേ ഉള്ളൂ. എന്നാലും അകം ഇപ്പം നല്ല റെഡ് കളറിലോട്ട് മാറിയിട്ടുണ്ട്. നല്ല പുളിയുള്ളൊരു നാരങ്ങയാണ്. നമ്മുടെ കാലാവസ്ഥ നല്ല കണക്കിത് കായ്ക്കുകയും ചെയ്യും. ചട്ടിയിൽ പോലും ഇത് കുലുകുത്തി കായ്ക്കും. നിങ്ങൾക്കിപ്പോൾ കാണാം, ചെറിയൊരു ചട്ടിയിലാണ് ഇരിക്കുന്നത്. നിറച്ച് കായകളാണ്. ഒരു ഓൾ സീസൺ കണക്കാണ് ഇത് പിടിക്കുന്നത്. എപ്പോഴും ഇത് പൂവും കായും വന്നുകൊണ്ടേയിരിക്കും. ആദ്യം ഇത് പിടിക്കുമ്പോൾ നല്ലൊരു പച്ച കളറിലായിരിക്കും. പിന്നെ പഴുത്ത് തുടങ്ങുമ്പോഴത്തേക്കൊരു മഞ്ഞ കളറിലോട്ടും പിന്നീട് അങ്ങോട്ട് അതിൽ റെഡ് കയറി തുടങ്ങുകയും ചെയ്യും. ഈ മഞ്ഞ കളറിൽ തന്നെ നമുക്കിത് മുറിക്കുമ്പോൾ അകത്ത് റെഡായിരിക്കും. ഇതിൻ്റെ പുറവും നല്ല ഇതിൽ റെഡ് കളർ ആവുന്ന ഒന്നാണ് റെഡ് ലെമൺ എന്നുള്ളത്. ഇതിപ്പോൾ പഴുത്ത് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു യെല്ലോ കളറോട്ട് മാറുന്നത്. ഈ സമയം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നല്ല പുളിയാണ്, വെള്ളമൊക്കെ പിഴിയാൻ അടിപൊളിയാണ്. നല്ലൊരു ഫ്ലേവറൊക്കെ ഇതിനുണ്ട്. സാമാന്യമായിട്ട് പുളിയാണ് ഇതിനുള്ളത്. അതേക്കണക്ക് തന്നെ ഞാൻ പറഞ്ഞ നല്ല കണക്ക് കായ്ക്കും. ഇത് നിലത്ത് ഇട്ട് കഴിഞ്ഞാൽ കായയുടെ സൈസ് അല്പം കൂടി വലുതായി കാണപ്പെടുന്നുണ്ട്. ചട്ടിയിലാകുമ്പോഴാണ് ഒരു ചെറുനാരങ്ങയുടെ സൈസിൽ നിൽക്കുന്നത്. എന്നിരുന്നാലും ഇഷ്ടം പോലെ കായ്ക്കും. നിങ്ങൾ വളരെ കുറച്ചൊരു കമ്പുകളൊക്കെ ഉള്ളൂ. അതിൽ എല്ലാത്തിനും നിറച്ച് കായകളാണ്. ബാക്കി പൂവൊക്കെ നിൽപ്പുണ്ട്. പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിട്ട് വേണം ഇതിൻ്റെ തൈകൾ വെക്കാൻ. കാര്യമായ ജലസേചനമൊന്നും വേണ്ട. ചട്ടിയിലാണെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ വെള്ളം കൊടുത്താൽ മതി. നല്ല കണക്കിത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. വളപ്രയോഗം നമുക്ക് ജൈവവളം രാസവളമൊക്കെ ഇടയ്ക്ക് ശാലം ഇട്ട് കൊടുത്താൽ മതി. പൊട്ടാഷ്യം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കണക്കിത് പൂത്ത് കിട്ടുന്നവർക്കുണ്ട്. പിന്നീട് ഇത് എല്ലാവരും വീട്ടുമുറ്റത്ത് വെക്കേണ്ട ഒരു ചെടി തന്നെയാണ് പറയാം. കാരണം ഇത് പിടിച്ചു കിടക്കുന്ന നല്ല മനോഹരമായ കാഴ്ചയാണ്. നല്ല റെഡ് കളറിലോട്ട് ഇത് പഴുക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ റെഡ് കളർ കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല കണക്ക് കായ്ച്ച് കൊലകുത്തി കായ്ച്ചിടുന്നു. ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കണക്ക് നിറച്ച് കായ്ച്ചെടുക്കുന്നത് കാണാൻ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു തൈയൊക്കെ കിട്ടുമെന്ന് നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.